ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് നോക്കാം. പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കി ജില്ലയിലാണ് സ്ഥാപിച്ചത്. പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കിയിൽ വന്നു. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിച്ചത്. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരത്ത് നിലവിൽ വന്നു. പീച്ചി, വാഴാനി തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ തൃശൂർ ജില്ലയിലാണ് 1958 നിലവിൽ വന്നത്. 1958 പീച്ചി, വാഴാനി തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ തൃശൂർ ജില്ലയിലാണ് നിലവിൽ വന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 ആണ് നിലവിൽ വന്നത്. പറമ്പിക്കുളം, പാലക്കാട് 1973. വയനാട് വന്യജീവി സങ്കേതം 1973 തന്നെയാണ് വന്നത്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതം 1973 വയനാടാണ് വന്നത്. ഇടുക്കി വന്യജീവി സങ്കേതവും 1976 നിലവിൽ വന്നു. അത് ഇടുക്കി ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി വന്യജീവി സങ്കേതം 1976 വന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പേപ്പാറ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അടുത്തതായി തട്ടേക്കാട് പക്ഷി സങ്കേതം. അതെവിടെയാണ്? എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നിലവിൽ വന്ന വർഷം 1983. 1983 എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത്. ചെന്തുരണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. ചെന്തുരണി വന്ന വർഷം 1984. 1984 കൊല്ലം ജില്ലയിൽ നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. ചിഞ്ഞാർ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ചിഞ്ഞാർ ഇടുക്കിയിലാണ് വന്നത്. വർഷം 1984. 1984 ഇടുക്കിയിൽ നിലവിൽ വന്ന വേറൊരു വന്യജീവി സങ്കേതമാണ് ചിഞ്ഞാർ വന്യജീവി സങ്കേതം. പിന്നീട് ചിമ്മിനി വന്യജീവി സങ്കേതം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ ജില്ലയിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് ചിമ്മിനി. അതിൻ്റെ വർഷവും 1984 തന്നെയാണ്. ചിഞ്ഞാർ ഇടുക്കി, ചിമ്മിനി തൃശൂരുമാണ് സ്ഥിതി ചെയ്യുന്നത്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് വന്നത്. 1984 കണ്ണൂർ ജില്ലയിൽ നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ആറളം കണ്ണൂർ ജില്ലയിൽ 1984 നിലവിൽ വന്നു. മംഗളവനം പക്ഷി സങ്കേതം 2004 നിലവിൽ വന്നത്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് 2004 നിലവിൽ വന്നു. 2004 എറണാകുളം ജില്ലയിൽ നിലവിൽ വന്നതാണ് മംഗളവനം പക്ഷി സങ്കേതം. കുറിഞ്ഞിമല സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. 2006 നിലവിൽ വന്ന കുറിഞ്ഞിമല സങ്കേതം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കുറിഞ്ഞിമല സങ്കേതം ഇടുക്കി, വർഷം 2006. ചൂലന്നൂർ മയിൽ സങ്കേതം. ചൂലന്നൂർ മയിൽ സങ്കേതം പാലക്കാടാണ്. ചൂലന്നൂർ പാലക്കാട് സ്ഥിതി ചെയ്യുന്നു. സ്ഥാപിതമായത് 2007. ചൂലന്നൂർ പാലക്കാട് ജില്ലയിൽ 2007 സ്ഥാപിതമായത്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നിലവിൽ വന്ന വർഷം 2009. 2009 കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിൽ 2011 നിലവിൽ വന്നതാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിൽ 2011 നിലവിൽ വന്നത്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് കേരളത്തിൽ നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ്
കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിൽ ഏറ്റവും അവസാനമായി 2019 നിലവിൽ വന്നു. 2019 മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. നമുക്ക് എല്ലാവരെയും പെട്ടെന്നൊന്നും കൂടെ പറയാം. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി. പെരിയാർ ഇടുക്കിയിലാണ്. നെയ്യാർ തിരുവനന്തപുരം ജില്ല. പീച്ചിയും വാഴാനിയും തൃശ്ശൂർ. പറമ്പിക്കുളം പാലക്കാട്. വയനാട് ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം. ചെന്തുരണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലും ചിഞ്ഞാർ ഇടുക്കിയിലും ചിമ്മിനി തൃശ്ശൂരും ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. പിന്നീട് മംഗളവനം പക്ഷി സങ്കേതവും എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം. കുറിഞ്ഞിമല സങ്കേതം ഇടുക്കിയിലും ചൂലന്നൂർ മയിൽ സങ്കേതം പാലക്കാട് ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലും കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലും കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കരിമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും അവസാനം നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 2019 ആണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.